ഹലോ വെൽക്കം ടു അവർ കോയമ്പത്തൂർ ട്രാവൽ വ്ളോഗ്. ഈ പോക്ക് നമ്മൾ പോകുന്നത് ഉക്കട മാർക്കറ്റിലേക്കാണ് കേട്ടോ. ഏകദേശം ഉച്ചയായപ്പോൾ തന്നെ നമ്മൾ കോയമ്പത്തൂരെത്തി. കോയമ്പത്തൂർ മുൻപ് പലതവണ പോയിട്ടുണ്ടെങ്കിലും അവിടുത്തെ മാർക്കറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനോ പർച്ചേസ് ചെയ്യാനൊന്നും എനിക്കൊരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഈ ട്രിപ്പ് അങ്ങനെ ആയിക്കോട്ടെ എന്ന്. പാപ്പനൊരു ഞണ്ട് ഫാം ഉണ്ട്, അവിടേക്ക് കുറേ ടൂൾസ് എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പോക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, കൂട്ടത്തിൽ നമുക്കൊന്ന് കറങ്ങാമല്ലോ അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ കസിൻസും കൂടെ കൂടിയതാണ്. പാപ്പൻ്റെ ഫാമിലേക്ക് എന്തൊക്കെയോ കുറേ സംഭവങ്ങൾ വേണം, കുറേ മെഷീനറീസും സ്പെയർ പാർട്സും എന്തൊക്കെയോ. അപ്പം നമുക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയതിന് ശേഷം നേരെ ഒരു തലശ്ശേരി റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവർ മുൻപൊക്കെ വന്നപ്പോൾ ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാവരും ബിരിയാണി മേടിച്ചു. ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പക്ഷേ സദ്യയാണ് മേടിച്ചത്. ഞാൻ ഊണാണ് വന്നത് സദ്യയാണ് വിത്ത് പായസം. അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബിരിയാണീൻ്റെ ഒക്കെ നല്ല സ്മെല്ലുണ്ടായിരുന്നു. തലശ്ശേരി റെസ്റ്റോറൻറ്റ് തന്നെയാണ് ഇതിൻ്റെ പേര് കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ പോകുന്നത് മാർക്കറ്റിലേക്കാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മാർക്കറ്റ് എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു എന്നാൽ പിന്നെ നടക്കാം, അതൊരു രസമില്ലേ എന്ന് പറഞ്ഞ് ഞങ്ങൾ നടക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഫ്രണ്ടിൽ തന്നെ ഒരു കോവിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ ഒന്നും കയറില്ല, ഏകദേശം ഉച്ചയായല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ അതിനൊന്നും നിന്നില്ല. എന്നിട്ട് ഞങ്ങൾ നേരെ നടന്ന് ശരിക്കും പറഞ്ഞാൽ കുറച്ചധികം നടന്നിട്ടാണ് ഞങ്ങൾ ഈ മാർക്കറ്റിലെത്തിയത് കേട്ടോ. ഇവിടെ പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ കുറേ ചെറിയ ചെറിയ കടകളുണ്ട് കേട്ടോ. ചെരുപ്പിൻ്റെയും ബാഗിൻ്റെയും ഡ്രസ്സിൻ്റെ ഒക്കെ ആയിട്ട് ഒരുപാട് കടകളുണ്ട്. അപ്പം നമ്മളിങ്ങനെ വിചാരിച്ചു നമുക്ക് മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം മേടിക്കാം, ഇപ്പോഴേ ഇങ്ങനെ മേടിച്ച് പോകണ്ടല്ലോ, അപ്പോൾ വെറുതെ ലഗേജ് നമുക്കിങ്ങനെ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ പറഞ്ഞു. അവിടെ എത്തുമ്പോൾ ചിലപ്പോൾ ഒരുപാട് സാധനങ്ങൾ കാണുമായിരിക്കും. അപ്പോൾ എല്ലാം കൂടി വാങ്ങി കൂട്ടരുത്, വിലക്കുറവിന് ഒരുപാട് സംഭവങ്ങളുണ്ടാവും, നമുക്ക് വേണ്ട സാധനം മാത്രം മേടിച്ചാൽ മതി എന്നൊക്കെ ഡിസ്കസ് ചെയ്ത് നടക്കുകയാണ് ഞങ്ങൾ. അങ്ങനെ നമ്മളെ മാർക്കറ്റിലെത്തി കേട്ടോ. ഇവിടെ നല്ല ഗേറ്റൊക്കെ വെച്ച് നല്ല അടിപൊളി സെറ്റപ്പാണ് കേട്ടോ. ഞാൻ നമ്മുടെ ഒരു SM സ്ട്രീറ്റ് അല്ലെങ്കിൽ ബ്രോഡ്വേ ആ ഒരു ടൈപ്പ് മാർക്കറ്റാണെന്നാണ് വിചാരിച്ചത്. നമ്മൾ കയറി പോകുന്തോറും ഇതിങ്ങനെ കുറേ കടകളാണ്, കുറേ വണ്ടികളുണ്ട്, പിന്നെ കുറേ എൻജിൻസ്, കുറേ ഇരുമ്പ് കമ്പി കൊളുത്ത് എന്തൊക്കെയോ അങ്ങനത്തെ കുറേ സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. കുറേ ലൈറ്റ് വണ്ടിയുടെ കുറേ പാർട്സ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പം നമ്മളെ നാട്ടിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും എത്രയോ ലാഭമാണ് നമുക്ക് ഈ മാർക്കറ്റിൽ വന്നിട്ട് സാധനം എടുക്കുമ്പം. അതാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് കേട്ടോ. ഇവിടെ നിന്ന് ഒരുപാട് പേര് സാധനം മേടിച്ചിട്ടുണ്ടാവും മുൻപ്. അപ്പോൾ അതൊക്കെ കേട്ടിട്ടാണ് നമ്മളും ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ പാപ്പന് നല്ല ഐഡിയ ഉണ്ടായിരുന്നു, ഏത് കടയിൽ പോകണം, എന്ത് സാധനം മേടിക്കണം, എങ്ങനെ പറയണം എന്നൊക്കെ ഭയങ്കര നല്ല ഐഡിയ ഉണ്ടായിരുന്നു. ഞങ്ങളാണ് ശരിക്കും ഇതിൽ പെട്ടുപോയതല്ല, ഞങ്ങളുടെ വിചാരം ഇത് കഴിഞ്ഞ് നമുക്ക് സമയം ഉണ്ടാവും, പിന്നെ എക്സ്പ്ലോർ ചെയ്യാം, നമുക്ക് അവിടെ പോവാം ഇവിടെ പോവാം എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഒന്നിനും ഞങ്ങൾക്ക് സമയമില്ലായിരുന്നു. ഈ കടയിൽ അവർ കുറേ നേരം നിന്നു. അവിടെ നിന്ന് കുറേ സാധനം മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ പിന്നെ ഇങ്ങനെ ബോറടിച്ചിരിക്കില്ലേ എന്ന് കരുതി ഞങ്ങൾ തൊട്ടടുത്ത കടയിൽ പോയി. അടുത്ത കടയിൽ പോയപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ കടകൾ ഇങ്ങനെ കയറി ഇറങ്ങി അവസാനം ഞങ്ങളൊരു കട കണ്ടു. ആ കട കണ്ടപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചു കേട്ടോ. സാധനങ്ങൾ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരുപാടൊന്നുമില്ല. ഇവിടെ വന്നിട്ട് മൂഞ്ചി തെറ്റിയ കഥ പറയുകയാണ് കേട്ടോ ഇവർ. എന്തൊക്കെയോ ഒരുപാട് പ്രതീക്ഷിച്ച് വന്നതായിരുന്നു, പക്ഷെ നമ്മൾ വിചാരിച്ച പോലെയല്ല ഈ മാർക്കറ്റ് എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. ഇത് നേരത്തെ അറിയെങ്കിൽ ഇങ്ങോട്ട് വരില്ലായിരുന്നു എന്നൊക്കെ പറയാം. എന്നാലും കുഴപ്പമില്ല, സമയം ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഏതെങ്കിലും 1-2 സ്ഥലങ്ങളൊക്കെ കറങ്ങാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സമാധാനിക്കുകയാണ്. പിന്നെ അടുത്തുള്ള സ്പോട്ടൊക്കെ നോക്കാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെയാണ് തൊട്ടടുത്ത ഈ കട കണ്ടത്. അവിടെ ചെന്നപ്പോൾ കുറേ ഹെഡ്സെറ്റൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് ഞങ്ങൾക്ക് ആകെ കിട്ടിയ ലാഭം, ഞങ്ങൾക്ക് 3 ആക്കും കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമ്മളെ നാട്ടിൽ 100 രൂപയ്ക്ക് കിട്ടുന്ന ഹെഡ്സെറ്റൊക്കെ അവിടെ 20 രൂപയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു 3-4 ഹെഡ്സെറ്റ് എടുത്തു. പിന്നെ ഈ പവർ ബാങ്കും എടുത്തു. പിന്നെ ഈ അണ്ണൻ പറഞ്ഞ എന്തെങ്കിലും ഓഫറൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ഫോണിലേക്ക് മെസ്സേജ് പറയാമെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്പറൊക്കെ കൊടുത്തിട്ട്, പക്ഷേ പിന്നെ ഞാൻ കുറേ കാര്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചപ്പോൾ അവർ പിന്നെ റെസ്പോണ്ട് ചെയ്തൊന്നുമില്ല കേട്ടോ. അവർ കൊറിയർ അയക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ പിന്നെ അവർ റെസ്പോണ്ട് ചെയ്തൊന്നുമില്ല. പിന്നെ അത് അങ്ങനെ വിട്ടു. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് ഇങ്ങനെ കുറച്ച് സംഭവങ്ങളിലൊക്കെ ലാഭം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഒരുപാട് പർച്ചേസ് ചെയ്യാനൊന്നും നിന്നില്ല. ഇവിടെ നിന്ന് ആകെ ഹെഡ്സെറ്റും പവർ ബാങ്കും ഉള്ളൂ. അങ്ങനെ പിന്നെ അതും മേടിച്ച് ഇറങ്ങിയപ്പോഴേക്ക് ഇവരെ പർച്ചേസൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം. അപ്പം നമ്മൾ അവിടെ നിന്ന് പിന്നെ ഇറങ്ങി. നല്ല വെയിറ്റുള്ള കുറേ സാധനങ്ങളാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ തന്നെ തൊട്ടടുത്ത് തന്നെ ഒരു റൂമുണ്ട് കേട്ടോ, വെയിറ്റിംഗ് റൂമുണ്ട് ലേഡീസിന് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജെൻറ്റ്സ് പോയി സാധനം മേടിക്കുമ്പോൾ നമുക്ക് അവിടെ പോയി ഹാങ് ഔട്ട് ചെയ്യാം. അപ്പോൾ അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ എത്രയേ ഉള്ളൂ. ഇനി നമ്മൾ തിരിച്ചു പോകാം.